എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ ഫ്രണ്ടിൽ 3 പാനലായിട്ടും ബാക്കിൽ എയർലൈൻ മോഡലിൽ വരുന്ന ഒരു കോട്ട് സെറ്റ് ആണ്. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൽ കോട്ട് കോളർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. തംബ്നെയിലിലെ ഫോട്ടോയിൽ കോട്ട് കോളർ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു മോഡൽ എങ്ങനെയാ ചെയ്യാന്നുള്ളത് ആണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ ഒരു ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് മൊത്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടോപ്പും പാന്റും അടക്കം നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 മീറ്റർ വേണം. ടോപ്പിന് വേണ്ടിയിട്ട് മാത്രം 3 മീറ്റർ വേണം കേട്ടോ. അപ്പൊ ഞാനിവിടെ ഒരു പഴയ സാരിയാണ് എടുത്തിരിക്കുന്നത്. വേറെ ക്ലോത്ത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ഞാൻ എടുത്തിട്ടുള്ള ക്ലോത്ത് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാം. ഞാൻ ഇത് എങ്ങനെയാ ചെയ്യാന്നുള്ളത് ഇതിൽ കാണിച്ചു തരാം. എടുത്തിരിക്കുന്ന ക്ലോത്തിനെ ലെങ്ത് വൈസാണ് മടക്കി കൊടുക്കുന്നത് കേട്ടോ. ആദ്യം 2 മടക്കി കൊടുക്കുക. പിന്നെ ഞാൻ പറയുന്ന സമയത്ത് പറയാൻ വിട്ടുപോയി, ക്ലോത്ത് എടുക്കുന്ന സമയത്ത് വിടുത്തുള്ള ക്ലോത്ത് തന്നെ എടുക്കുക. വിടുത്ത് കുറഞ്ഞ ക്ലോത്ത് എടുക്കരുത് കേട്ടോ. വിടുത്തുള്ള ക്ലോത്ത് എടുത്താൽ മാത്രമേ നമുക്ക് നല്ല ഫ്ലെയറിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ 2 ഫോൾഡ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിനെ അഗൈൻ ഒന്നും കൂടി മടക്കി കൊടുക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ 4 ആക്കിയിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിലൊന്നും വ്യത്യാസമില്ല. ഇനിയാണ് വ്യത്യാസം വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഒരു സൈഡിൽ ഓപ്പണിംഗ് ആയിട്ടുള്ള പീസും ഫോൾഡഡ് ആയിട്ടുള്ള പീസും ഉണ്ടാവും. ഒരു ഭാഗത്ത് അതായത് നമ്മൾ മടക്കി ഇട്ടത് കൊണ്ട് തന്നെ 2 ഭാഗവും ഫോൾഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ 2 ഭാഗവും ഫോൾഡ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. 2 ഭാഗവും ഫോൾഡ് ചെയ്ത ഭാഗം വേണം ഇതേപോലെ കറക്റ്റ് മടക്കിയിട്ടതിന് ശേഷം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെയാണ് കിട്ടുക. അതായത് 2 പീസ് ഓപ്പണിംഗ് ആയിട്ടുള്ള പീസും ഒരു പീസ് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ടുമാണ് കിട്ടുക. അപ്പൊ ആ ഓപ്പണിംഗ് ആയിട്ടുള്ള പീസ് നമ്മൾ മാറ്റി വെച്ചിട്ട് ഫോൾഡ് ചെയ്തിട്ടുള്ള പീസിലാണ് നമ്മൾ അളവ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ബാക്കിലേക്കുള്ള പീസാണ് ചെയ്യുന്നത്. ബാക്കിലുള്ള പീസ് കറക്റ്റ് എയർലൈൻ പോലെയാണ്, ഫ്രണ്ടിൽ മാത്രമാണ് പാനൽ വരുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ പോലെ നമ്മൾ മുകൾ വശം ഒന്ന് സ്കെയിൽ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാണ്. ഷോൾഡർ മാർക്ക് ചെയ്യുന്ന സമയത്ത് നോർമൽ എത്രയാണോ ഷോൾഡർ എന്ന് വെച്ചാൽ അതിന്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടിയെടുക്കണം. കാരണം നമ്മൾ കോളർ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ എനിക്ക് സാധാരണ 7 ഇഞ്ചാണ് ഷോൾഡർ. അതിന്റെ കൂടെ 1/2 ഇഞ്ചും കൂടി ചേർത്ത് 7.5 ഇഞ്ച് ഷോൾഡറിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. നേരെ താഴോട്ടേക്ക് 7.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. 7 ഇഞ്ച് ആകുമ്പോൾ 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിനും കൂടി ചേർത്തിട്ട് 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതുപോലെ യോജിപ്പിച്ചിട്ട് വരയ്ക്കുന്നുണ്ട്. ഇത് നമ്മുടെ ബാക്കിലെ പീസാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിലെ ആം ഹോൾ വരയ്ക്കാം. ബാക്കിൽ ആം ഹോൾ വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്. നിങ്ങൾ കൈവച്ച് വരച്ചാൽ മതി. എങ്ങനെയാണ് ആം ഹോൾ വരയ്ക്കുക, എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് എ ലൈൻ കൊടുത്ത് ചെയ്യാന്നുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ് കേട്ടോ. അതിന് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് വിഡ്ത്ത് 9 ഇഞ്ചാണ്, അത് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. വേസ്റ്റ് ലെങ്ത് 14 ഇഞ്ചാണ്. അവിടേക്കുള്ള വിഡ്ത്ത് 8 ഇഞ്ചാണ്. ഒപ്പം 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഹിപ്പ് ലെങ്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. ഹിപ്പ് ലെങ്ത് 20 ഇഞ്ച്, അതായത് 20 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അവിടേക്കുള്ള വിഡ്ത്ത് 9 ഇഞ്ചാണ്. ഒപ്പം 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. മാർക്ക് ചെയ്ത പോയിന്റുകളൊക്കെ യോജിപ്പിച്ചിട്ട് വരയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേസ്റ്റ് പോയിന്റ്, അതായത് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തില്ല, ആ പോയിന്റിൽ നിന്ന് നേരെ താഴോട്ടേക്ക് മാക്സിമം വിഡ്ത്ത് കിട്ടുന്ന രീതിയിൽ ആംഗിൾ ആയിട്ട് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വരയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഹിപ്പ് ലെങ്ത് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നേരെ താഴോട്ടേക്ക് വരയ്ക്കണമെങ്കിൽ അങ്ങനെ വരയ്ക്കാം. 2 രീതിയിലും ചെയ്യാം കേട്ടോ. അപ്പൊ ഇതേപോലെ നമ്മൾ ഹിപ്പ് ലെങ്ത് മാർക്ക് ചെയ്ത പോയിന്റിന് നേരെ താഴോട്ടേക്ക് ഇതേപോലെ മാക്സിമം വിഡ്ത്ത് കിട്ടുന്ന രീതിയിൽ ആംഗിൾ ആയിട്ട് വരയ്ക്കുന്നുണ്ട്. താഴെ നിന്നൊരു 2.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒന്ന് ചരിച്ചുകൂടി വരയ്ക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ താഴ്ഭാഗം ഇങ്ങനെ ഇറങ്ങിയിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മാർക്ക് ചെയ്ത അത്രയും അളവ് പ്രകാരം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. സീം അലവൻസ് മാർക്ക് ചെയ്ത അളവിലൂടെ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. 1/2 ഇഞ്ചിൽ ഇതേപോലെ ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 ഇഞ്ച് ബാക്കിലെ നെക്കിന് 1/2 ഇഞ്ച് ഇറക്കത്തിൽ ഇതേപോലെ റൗണ്ട് ആയിട്ടൊന്ന് വരയ്ക്കുന്നുണ്ട്. നമ്മൾ കോളർ കൊടുക്കുന്നത് കൊണ്ടാണ് ബാക്കിലെ നെക്കിന് 1/2 ഇഞ്ച് ഇറക്കം കൊടുത്തത്. നിങ്ങൾക്ക് ടൈറ്റ് ആയിട്ടില്ല, കുറച്ചും കൂടി ഒരു ലൂസ് വേണം, നല്ല ലൂസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 1/2 ഇഞ്ചിന് പകരം 1 ഇഞ്ച് വരെ കൊടുക്കാം കേട്ടോ. 1 ഇഞ്ച് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ലൂസ് കിട്ടും. പക്ഷെ നമ്മളൊരു കോളർ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ 1/2 ഇഞ്ച് കൊടുക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് 1/2 ഇഞ്ച് കൊടുത്തത്. അതേപോലെ നമ്മൾ ഈ നെക്കും അതുപോലെ തന്നെ ഈ ഷോൾഡർ സ്ലോപ്പും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളെ ബാക്കിലെ പീസ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഫ്രണ്ടിലെ പീസ് എടുക്കാം. ഫ്രണ്ടിലെ പീസിലേക്ക് വരുമ്പോഴാണ് ഒത്തിരി വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പൊ ശ്രദ്ധിച്ച് തന്നെ കാണാം കേട്ടോ. കട്ട് ചെയ്ത സമയത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിലേക്കുള്ള പീസ് 2 ഓപ്പണിംഗ് ആയിട്ടുള്ള പീസാണ് ഇരിക്കുന്നതെന്ന്. അപ്പൊ അതിന്റെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് 1 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഇതേപോലെയൊക്കെ പാനലൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രിന്റഡ് ആയിട്ടുള്ള ക്ലോത്ത് ഒക്കെ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ നമുക്കവിടെ പ്ലെയിൻ ക്ലോത്ത് ആയതുകൊണ്ട് കുഴപ്പമില്ല. പ്രിന്റഡ് ആയിട്ടുള്ള ക്ലോത്ത് ഒക്കെ എടുക്കുമ്പോൾ പാനൽ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്യാം. ഇതേപോലെ നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു,
ഫ്രണ്ടിലെ പീസിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അതിൽ ആദ്യത്തെ വ്യത്യാസമാണ് ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക എന്നുള്ളത്. ഇനി രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോൾഡറിന്റെ പകുതി, അതായത് നമ്മുടെ കറക്റ്റ് ഷോൾഡർ അല്ല, അതിന്റെ കൂടെ 1/2 ഇഞ്ചും കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട്. ഹാഫ് ഇഞ്ച് നമ്മൾ കോളറിന് വേണ്ടിയിട്ട് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അപ്പൊ അതും കൂടി ചേർത്തിട്ട്, അപ്പൊ എന്റെ കേസിൽ 7.5 ഇഞ്ചാണ്. അതേ ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്ന സമയത്ത് 3.75 ആണ് കിട്ടുക. അതായത് 3.25 ഇഞ്ച്. അപ്പൊ നമ്മൾ ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ലൈനിന് നമ്മൾ എന്ത് ചെയ്യുക, 3.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ശ്രദ്ധിക്കണേ, കറക്റ്റ് നമ്മുടെ ഷോൾഡറിന്റെ പകുതി എടുത്താൽ പോരാ, നമ്മളിവിടെ കോളർ ചെയ്യുന്നത് കൊണ്ട് 1/2 ഇഞ്ച് കൂട്ടി എടുത്തിട്ടുണ്ട്. അപ്പൊ ആ 1/2 ഇഞ്ചും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം, അതിന്റെ പകുതി വേണം എടുക്കാൻ വേണ്ടി. നമ്മൾ ഇതേപോലെ 3.25 ഇഞ്ച് മാർക്ക് ചെയ്തു. ഈ 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിന് നമ്മൾ ഒരു 1/2 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യാം. ഈ 1/2 ഇഞ്ച് എന്തിനാ മാർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് സെന്റർ കട്ട് ചെയ്യും. സെന്റർ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് വേറൊരു പീസ് ജോയിൻ ചെയ്യും. അപ്പൊ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി സീം അലവൻസ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള അളവൊക്കെ ചെറുതായി പോകും. അതിന് വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ചും കൂടി കൂട്ടി മാർക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നത് കേട്ടോ. നമ്മൾ ഒട്ടാകെ 4.25 ഇഞ്ച് മാർക്ക് ചെയ്തു. ഈ 4.25 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിന് നേരെ താഴോട്ടേക്ക് നമ്മൾ ഷേപ്പ് വരുന്ന ആ ലെങ്ത് അത് മാർക്ക് ചെയ്യുക. അതെന്ന് പറയുന്നത് എന്റെ കേസിൽ 14 ഇഞ്ചാണ്. നിങ്ങളുടെ കേസിൽ എത്രയാണ് നിങ്ങളുടെ ഷേപ്പ് ലെങ്ത് എന്ന് വെച്ചാൽ അത് എടുക്കുക. അതിന്റെ കൂടെ ഒരു 3 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. 14ന്റെ കൂടെ 3 ഇഞ്ചും കൂടി എക്സ്ട്രാ എടുക്കുമ്പോൾ 17 ഇഞ്ചാണ് വരിക. 17 ഇഞ്ചാണ് ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, നമുക്ക് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് നല്ലൊരു ഷേപ്പ് നമുക്ക് ആ ഹിപ്പിന്റെ ഭാഗത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ 3 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നത്. അത്യാവശ്യം വയറൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത്ത ആൾക്കാർ ഇതേപോലെ തന്നെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. നിങ്ങളുടെ ഷേപ്പ് ലെങ്ത് എത്രയാന്ന് വെച്ചാൽ അത് എടുക്കുക, അതിന്റെ കൂടെ 3 ഇഞ്ച് ആഡ് ചെയ്യുക. അപ്പൊ വയറൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓവർ ഷേപ്പ് കൊടുക്കണ്ട. നിങ്ങളൊരു 2 ഇഞ്ച്, 3 ഇഞ്ചൊന്നും കൊടുക്കണ്ട, ഒരു 2 ഇഞ്ച് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് പ്രൊജക്ട് ചെയ്ത് കാണിക്കും. ഉണ്ടാവുമെങ്കിൽ കുഴപ്പമില്ല, വയറുള്ളവരുടെ കാര്യമാണ് പറയണത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു പോയിന്റ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്ലോത്തിന്റെ നേരെ താഴ്ഭാഗത്തേക്ക് വരാം. താഴ്ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ആദ്യം നമ്മളൊരു 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. 1 ഇഞ്ച് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന വിഡ്ത്ത് എത്രയാന്ന് വെച്ചാൽ ആ വിഡ്ത്തിനെ ടേപ്പ് ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് അതിന്റെ സെന്റർ മാർക്ക് ചെയ്യാം. ആ സെന്റർ പോയിന്റിലേക്ക് നമ്മൾ നേരത്തെ 17 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റും പോലെ ആംഗിൾ ആയിട്ട് വരയ്ക്കാം. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ വരയ്ക്കുക. ആ വരച്ചത് പ്രകാരം കട്ട് ചെയ്യാം. അപ്പൊ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റത്തെ പീസ്, നമ്മൾ ഈ 17 ഇഞ്ച് കട്ട് ചെയ്ത പീസ് അല്ല, അതല്ലാത്ത രണ്ടാമത്തെ പീസ് ഉണ്ടല്ലോ, ആ പീസിനെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മുകൾ ഭാഗം താഴേക്കും താഴ്ഭാഗം മുകളിലേക്കും വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് മറിച്ചു കൊടുക്കുക. നിങ്ങൾ മനസ്സിലായില്ല, അതായത് മുകളിൽ ഇരിക്കുന്ന ഭാഗം താഴേക്കും താഴെ ഇരിക്കുന്ന ഭാഗം മുകളിലേക്കും വരുന്ന രീതിയിൽ ഇതേപോലെ മാറ്റിയെടുക്കുക. മാറ്റിയെടുത്തതിന് ശേഷം ആ സൈഡ്, അതായത് നമ്മൾ ആംഗിൾ ആയിട്ട് കട്ട് ചെയ്ത ഭാഗമല്ല, ആ ഭാഗം അല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗമാണ് നമ്മൾ ഈ പീസിന്റെ മുകളിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കുക. നിങ്ങൾ സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യം നമ്മൾ മുകളിൽ ഇരിക്കുന്ന പീസിനെ താഴേക്കാക്കിയിട്ട് മറിച്ചെടുത്തതിന് ശേഷം നമ്മൾ സ്ട്രെയിറ്റ് ആംഗിൾ ആയിട്ടുള്ള ഭാഗമല്ല, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസിന്റെ മുകളിലേക്ക് നമ്മൾ ഓവർലാപ്പ് ചെയ്ത് വെക്കുന്ന സമയത്ത് 1/2 ഇഞ്ചാണ് നമ്മൾ സീം അലവൻസ് കൊടുത്തത്. അപ്പൊ ആ 1/2 ഇഞ്ച് ഓവർലാപ്പ് ചെയ്തിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ അത് കറക്റ്റ് ഇതേപോലെ വെക്കുക. ഷേപ്പിന്റെ അത്രയും ഭാഗം, അതായത് നമ്മൾ 17 ഇഞ്ച് ഷേപ്പ് കൊടുത്തിട്ടുണ്ട്, അത്രയും ഭാഗം കറക്റ്റ് 1/2 ഇഞ്ചിൽ തന്നെ ഓവർലാപ്പ് ചെയ്ത് വെക്കുക. താഴേക്കും കറക്റ്റ് ആക്കി വെച്ചാൽ അത്രയും നല്ലത്. ഇതേപോലെ നമ്മൾ വെച്ചിട്ടുണ്ട്. പിൻകുത്തി കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ബാക്കിലെ പീസ് വെച്ചു കൊടുക്കുക. ബാക്കിലെ പീസ് വെച്ചു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മളൊരു 1 ഇഞ്ച് മാറ്റിയിട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. ആ ലൈനിൽ ടച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ബാക്ക് പീസ് വെച്ചു കൊടുക്കേണ്ടത് കേട്ടോ. സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ കാണുക കേട്ടോ. അപ്പൊ ഇതേപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ചുളിവുകളൊന്നും ഇല്ലാണ്ട് വെച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളെ ബാക്കിലെ പീസിലെ അളവ് പ്രകാരം നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ബാക്കിലെ പീസിൽ താഴെ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ചരിച്ചിട്ടൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇപ്പൊ കട്ട് ചെയ്യേണ്ട. ഇപ്പൊ നമ്മൾ ഈ സൈഡിലുള്ള അളവുകൾ പ്രകാരം കട്ട് ചെയ്തെടുത്താൽ മതി. അത് നമുക്ക് എന്തായാലും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് കാണിക്കാം. നിവർത്തി നോക്കുന്ന സമയത്ത് സെന്ററിൽ നമുക്ക് ഇതേപോലെ 2 പീസും സൈഡിൽ 2 പീസും, അങ്ങനെ ഒട്ടാകെ 4 പീസായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സെന്ററിലുള്ള പീസിന്റെ നല്ല വശത്തിന്റെ മുകളിൽ നമ്മൾ സൈഡിലുള്ള പീസിന്റെ നല്ല വശം വെച്ചു കൊടുക്കുക. നല്ല വശത്തിന്റെ മുകളിൽ നല്ല വശം വെച്ചു കൊടുക്കുക. ഞാൻ നേരത്തെ നമ്മൾ 1/2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 പീസിലും 1/2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്. ആ 1/2 ഇഞ്ച് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വെച്ചതിന് ശേഷം ആദ്യം നമ്മൾ ആ 17 ഇഞ്ച് വരെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. ബാക്കി നമ്മുടെ ക്ലോത്തിന്റെ ഷേപ്പ് എങ്ങനെയാണോ ഇരിക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക.
ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് ആ സൈഡ് നിങ്ങൾക്ക് ഓവർലോക്കും കൂടി ചെയ്തെടുക്കാം. അപ്പൊ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യാം. സെൻട്രലുള്ള പീസിന്റെ നല്ല വശത്തിന്റെ മുകളിൽ സൈഡിലുള്ള പീസിന്റെ നല്ല വശം വെക്കുക. 1/2 ഇഞ്ചിന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. അപ്പൊ ഞാൻ ഇതേപോലെ ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓവർലോക്ക് ചെയ്യാൻ പറ്റാവുന്ന മെഷീൻ ആണെന്നുണ്ടെങ്കിൽ ഓവർലോക്കും കൂടി ചെയ്തെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ആ ഒരു സ്റ്റിച്ച് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിലൊന്ന് അയൺ ചെയ്തും കൂടി കൊടുക്കുക. അപ്പൊ ഇതേപോലെ ഞാൻ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്നിന്റെ മുകളിൽ ഒന്ന് വരുന്ന രീതിയിൽ, നല്ല വശത്തിന്റെ മുകളിൽ നല്ല വശം വരുന്ന രീതിയിൽ വെക്കാം. വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ ഇരിക്കുന്നത് നമ്മുടെ ബാക്കിലെ ആം ഹോൾ ആണ്. അതിനെ നമുക്ക് ഫ്രണ്ടിലെ ആം ഹോൾ ആക്കണം. 1/2 ഇഞ്ച് ഉള്ളോട്ടേക്ക് കുഴിച്ചിട്ട് ഫ്രണ്ടിലെ ആം ഹോൾ ആക്കിയിട്ടൊന്ന് മാർക്ക് ചെയ്യാം. ഇനി ഇതിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടില്ല. അപ്പൊ നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മൾ ഫ്രണ്ടിലെ പീസിൽ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാരണം തന്നെ നമ്മൾ ബാക്കിലെ പീസ് കറക്റ്റ് ആയിട്ട് ആ ആം ഹോളിന്റെ ഭാഗവും ഷോൾഡറിന്റെ ഭാഗവും ഒക്കെ കറക്റ്റ് ആയിട്ട് വെക്കുക കേട്ടോ. കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് വേണം നമ്മൾ നെക്ക് വിഡ്ത്തും അതുപോലെ തന്നെ നെക്കിന് ലെങ്ത്തും മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം 1 ഇഞ്ച് എക്സ്ട്രാ ഉള്ളതുകൊണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് എക്സ്ട്രാ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ട് നെക്കിന് ലെങ്ത്ത് കൊടുത്താലും മതി. രണ്ട് രീതിയും ഒരേപോലെ തന്നെയാണ്. 3 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത്. ആ 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം 4 ഇഞ്ചാണ് നെക്കിന് ഇറക്കം കൊടുക്കുന്നത്. അപ്പൊ കോളർ ചെയ്യുന്നത് കൊണ്ട് 4 ഇഞ്ചാണ് നെക്കിന് ഇറക്കം കൊടുക്കുന്നത്. 4 ഇഞ്ച് നെക്കിന് ഇറക്കം കൊടുത്ത് ഇതേപോലെ ബോക്സ് ആക്കി വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതേപോലെ റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ 1 ഇഞ്ചിലുള്ള ക്ലോത്തും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോ ഫ്രണ്ടിൽ ആം ഹോൾ ആക്കി വരച്ചിട്ടുണ്ട്. ആ ഫ്രണ്ടിലുള്ള ആം ഹോളും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് താഴേക്ക് വരാം. താഴെ ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിലുള്ള ക്ലോത്ത് കറക്റ്റ് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ആ ബ്ലാക്കിലുള്ള ക്ലോത്തിന്റെ അളവ് പ്രകാരം വേണം നമ്മൾ താഴ്ഭാഗം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എ ലൈൻ ആയിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സൈഡിൽ നിന്ന് ഇതേപോലെ ഈ ഒരു ഷേപ്പിലുള്ള ക്ലോത്ത് കിട്ടും. അപ്പൊ ഇതേപോലത്തെ 2 പീസ് നമുക്ക് വേണം. അപ്പൊ 2 പീസ് എടുത്തിട്ട് മുകൾ വശം ഞാൻ ഇതേപോലെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിലെ 2 പീസ് ഉണ്ടല്ലോ, അതായത് നമ്മൾ 1 ഇഞ്ച് വെച്ചിട്ട് വിടുത്ത് വിട്ടിട്ടുള്ള ഫ്രണ്ടിലുള്ള സെന്റർ പീസ്, ആ സെന്റർ പീസിന്റെ കറക്റ്റ് ലെങ്ത്തിലേക്ക് വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ ഒരു പീസ് വേണം. മുഴുവനായിട്ട് നമുക്ക് അത്രയും ലെങ്ത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിലേക്ക് താഴേക്ക് ചെറിയൊരു പീസ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഞാൻ ഇതേപോലെ വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പൊ ശ്രദ്ധിക്കുക, നമുക്ക് താഴെ മുതൽക്ക് വരണം. അതായത് എത്രയാണോ നമ്മുടെ ടോപ്പിന് ലെങ്ത് ഉള്ളതെന്ന് വെച്ചാൽ അത്രയും ലെങ്ത് വരെ നമുക്ക് ഈ ഒരു പീസ് വേണം. അപ്പൊ നിങ്ങൾക്ക് മുഴുവനായിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഇതേപോലെ ഒരു പീസ് എക്സ്ട്രാ വെച്ച് താഴേക്ക് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഷോൾഡറിന്റെ അവിടെ മുതൽക്ക് താഴെ വരെ വേണം കേട്ടോ. എന്നിട്ട് നമ്മൾ 1/2 ഇഞ്ചിൽ ശ്രദ്ധിക്കുക, നമ്മുടെ നല്ല പീസിന്റെ നല്ല വശത്തിന്റെ മുകളിൽ നമ്മളിപ്പം വെച്ചിട്ടുള്ള പീസ് എക്സ്ട്രാ പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ജോയിൻ ചെയ്തെടുക്കുക ആദ്യം. അതിനുശേഷം നല്ല പീസിന്റെ നല്ല വശത്തിന്റെ മുകളിൽ ഈ പീസിന്റെ നല്ല വശം വെച്ചിട്ട് താഴെ മുതൽക്കേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരാം. താഴെ മുതൽക്കേ നമ്മൾ 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് നമ്മുടെ ആ നെക്ക് വരുന്ന ഭാഗം വരെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പൊ അവിടെ നമ്മൾ തുടങ്ങുന്ന സമയത്ത് അവസാനിക്കുന്ന സമയത്ത് ലോക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പക്ഷെ ഈ ഒരു ക്ലോത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഷോൾഡറിന്റെ അത്രയും ലെങ്ത് ഉണ്ടാവണം. കാരണം നമുക്ക് ആ ഭാഗം നെക്കൊക്കെ ഇതിലേക്ക് ചേർത്ത് കട്ട് ചെയ്യാനുള്ളതാണ്. അപ്പൊ ലെങ്ത് ഷോൾഡറിന്റെ അവിടെ മുതൽക്ക് നമുക്ക് എത്രയാണോ നമ്മുടെ ടോപ്പിന് ലെങ്ത് ഉള്ളത് അത്രയും ലെങ്ത് ഈ പീസിന് ഉണ്ടാവണം. പക്ഷെ സ്റ്റിച്ച് ചെയ്യേണ്ടത് നമ്മുടെ നെക്ക് തുടങ്ങുന്ന അവിടെ മുതൽക്ക് താഴെ വരെയാണ്. അപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഞാൻ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കറക്റ്റ് ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫ്രണ്ടിലുള്ള പീസിന്റെ അതേ അളവ് പ്രകാരം നെക്ക്, ഷോൾഡർ, ആം ഹോളിന്റെ ഭാഗം ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ഫ്രണ്ടിലെ പീസിന്റെ അതേ അളവ് പ്രകാരം ഈ താഴെ വെച്ച് കൊടുത്തിരിക്കുന്ന പീസിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, നമ്മൾ സൈഡിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത്, അതായത് താഴേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരു 2 ഇഞ്ച് വിടുത്ത് മതി ക്ലോത്തിന്. മുകൾ ഭാഗത്താണ് നമുക്ക്, അതായത് ആ നെക്കിന്റെ ഭാഗം എത്തുന്ന സമയത്താണ് നമുക്ക് വിടുത്ത് കൂടുതൽ വേണ്ടത്. അതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പിലുള്ള ക്ലോത്ത് നമ്മൾ എടുത്തത് കേട്ടോ. അപ്പൊ ഇതേപോലെ നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും നമ്മൾ കട്ട് ചെയ്തെടുക്കുക. നെക്കിന്റെ ഭാഗവും ഷോൾഡറും ആം ഹോളിന്റെ ഭാഗവും ഒക്കെ നമ്മളതൊന്ന് എക്സ്ട്രാ കൊടുത്തിട്ടുള്ള പീസിൽ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ആ ഒരു പീസ് നമ്മൾ പതിച്ചടിക്കേണ്ട. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് അതിനങ്ങനെ വിട്ടാൽ മതി കേട്ടോ. എന്നിട്ട് അളവ് പ്രകാരം ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ 2 പീസും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസ് നമ്മൾ ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ മാറ്റി തന്നെ വെക്കുക കേട്ടോ. ആ പീസ് നമ്മുടെ മെയിൻ ക്ലോത്തിന്റെ അടിഭാഗത്തേക്ക് വെക്കരുത്, അതിനെ മാറ്റി ഇതേപോലെ തന്നെ വെക്കുക. എന്നിട്ട് മെയിൻ ക്ലോത്തിന്റെ നല്ല വശത്തിന്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബാക്ക് പീസിന്റെ നല്ല വശം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിപ്പം താഴേക്ക് വെച്ചിട്ടുള്ള പീസ് മാറ്റി നിർത്തിയിട്ട് തന്നെ വേണം ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം ആ പീസിന്റെ ആവശ്യം നമുക്ക് അവസാനമാണ്, അതുകൊണ്ടാണ്. ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. എപ്പോഴും ഷോൾഡർ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ.
എന്നിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ ചെയ്തിട്ടുള്ള ഈ ടോപ്പിനെ കറക്റ്റ് രണ്ടാക്കി മടക്കി കൊടുക്കുക. കറക്റ്റ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ കറക്റ്റ് രണ്ടാക്കി മടക്കി കൊടുക്കുക. രണ്ടാക്കി മടക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ പിൻ കുത്തി കൊടുക്കണം എന്നുണ്ടെങ്കിൽ പിൻ കുത്തി കൊടുക്കാം. മടക്കി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ക്ലോത്ത് ഉള്ളോട്ടേക്ക് മടക്കിയിട്ടാണ് നമ്മൾ മടക്കി കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് പിൻ കുത്തി കൊടുത്തിട്ടുണ്ട്. പിൻ കുത്തിയതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഇതേപോലെ 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 2 ഇഞ്ച് എന്നുള്ളത് എല്ലാവരുടെ കേസിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അളവാണ്. 2 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഞാൻ അവിടെ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട്. ആ മാർക്ക് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന അളവ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ടേപ്പ് വെച്ചിട്ട് മെഷർ ചെയ്യാം. നമുക്ക് കിട്ടുന്നത് 8.5 ഇഞ്ചാണ്. ഒരു 3-4 പ്രാവശ്യം നിങ്ങളൊന്ന് മെഷർ ചെയ്ത് നോക്കുക കേട്ടോ. എന്തെങ്കിലും ഒരു വേരിയേഷൻസ് വരുന്നുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ എടുക്കുന്ന അളവിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ കോളറിന്റെ ഫിനിഷിങ് വരുന്നത്. കറക്റ്റ് ആയിട്ട് അളവെടുത്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് കോളർ കിട്ടുള്ളൂ. ഇതേപോലെ കറക്റ്റ് ആയിട്ട് നിങ്ങളൊന്ന് മെഷർ ചെയ്തെടുക്കുക. അപ്പൊ നമുക്ക് 8.5 ഇഞ്ചാണ് കിട്ടുന്നത്. 8.5 ഇഞ്ച് എന്ന് പറയുന്നത് മടക്കി ഇടുമ്പോഴുള്ള അളവാണ്. അപ്പൊ നമ്മൾ നിവർത്തി കൊടുക്കുമ്പോൾ നമുക്ക് 17 ഇഞ്ചാണ് കിട്ടുക. ഞാനിവിടെ ക്ലോത്ത് വെച്ചിട്ട് തന്നെയാണ് കോളർ ചെയ്യുന്നത്. കാരണം എപ്പോഴും ക്യാൻവാസ് പേപ്പർ വെച്ച് ചെയ്യുന്നത് കൊണ്ട് ക്യാൻവാസ് പേപ്പർ ഇല്ല, അപ്പൊ എങ്ങനെയാ ചെയ്യാന്നൊന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജ് വന്നതുകൊണ്ടാണ് ഇതിൽ നമ്മൾ ക്ലോത്ത് വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ. കോട്ട് കോളർ തന്നെ ക്യാൻവാസ് പേപ്പർ വെച്ചിട്ട് എങ്ങനെയാ ചെയ്യാന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാൻവാസ് പേപ്പർ വെച്ച് ചെയ്യണം എന്നുള്ളവർക്ക് ആ ഒരു വീഡിയോ കാണാം. ഞാനിവിടെ ഐക്കാർഡിൽ ലിങ്ക് കൊടുക്കാം. കോട്ട് കോളർ തന്നെയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത് കണ്ടാൽ മതി. അപ്പൊ ഇതേപോലെ നമ്മൾ 17 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്ന കറക്റ്റ് അളവ്. അപ്പൊ നമ്മൾ ക്ലോത്തിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ 1 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് 18 ഇഞ്ച് വിഡ്ത്തും 4 ഇഞ്ച് ലെങ്ത്തും ഉള്ള ഇതേപോലെ 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ കറക്റ്റ് ഇതേപോലെ രണ്ടാക്കി മടക്കി കൊടുക്കുന്നുണ്ട്. രണ്ടാക്കി മടക്കി കൊടുത്തതിന് ശേഷം വിഡ്ത്ത് വരുന്ന ഭാഗം, അതായത് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗമല്ല, ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗം, വിഡ്ത്ത് വരുന്ന ഭാഗത്ത് നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ചെയ്യാം കേട്ടോ. 1 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലെങ്ത് വരുന്ന ഭാഗത്ത് നമ്മൾ 1/2 ഇഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അളവാണ്. നമുക്ക് കോളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അത് ഏത് അളവുള്ള ആൾക്കാരും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റും 1 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റും സ്ക്രീനിൽ കാണുന്ന പോലെ സ്കെയിൽ വെച്ചിട്ടൊന്ന് വരച്ച്, അതായത് ആംഗിൾ ആയിട്ടൊന്ന് വരയ്ക്കുന്നുണ്ട്. അപ്പൊ ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിന്ന് നമ്മൾ ഈ വിഡ്ത്ത് വരുന്ന ഭാഗത്തിന്റെ സെന്റർ, അതായത് വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ സീം അലവൻസ് അടക്കം എടുത്തപ്പോൾ മടക്കിയിട്ടപ്പോൾ 9 ഇഞ്ചാണ് വരുന്നത്. അപ്പൊ അതിന്റെ പകുതി എന്ന് പറയുന്നത് 4.5 ഇഞ്ചാണ്. ഈ 4.5 ഇഞ്ചിലേക്ക് വേണം നമ്മൾ ഈ 1/2 ഇഞ്ച് നിൽക്കുന്ന ആ പോയിന്റ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ താഴെയുള്ള ആ അളവ്, അതായത് നമ്മളിപ്പോൾ 1/2 ഇഞ്ചിൽ നമ്മുടെ സെന്ററിലേക്ക് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ടേപ്പ് വെച്ചിട്ട് ഒന്ന് മെഷർ ചെയ്യാം. നമ്മുടെ കറക്റ്റ് അളവാണോ കിട്ടുന്നതെന്ന്. അപ്പം നമുക്ക് സീം അലവൻസ് അടക്കം 9 ഇഞ്ചാണ്. ആ 9 ഇഞ്ച് കറക്റ്റ് കിട്ടുന്നുണ്ട്. കറക്റ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം നമുക്ക് 9 ഇഞ്ച് മതി, അതിൽ കൂടുതൽ വേണ്ട. അപ്പോൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, കിട്ടുകയാണെങ്കിൽ അത് അങ്ങനെ വിട്ടിട്ട് ബാക്കി നമ്മൾ ഈ അടയാളപ്പെടുത്തിയ അളവ് പ്രകാരം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ശ്രദ്ധിക്കുക, നിവർത്തി കൊടുക്കുക. നല്ല വശത്തിന്റെ മുകളിൽ നല്ല വശം വരുന്ന രീതിയിൽ നമ്മൾ 2 ക്ലോത്തും ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ ഈ 9 ഇഞ്ച് കറക്റ്റ് ആക്കിയിട്ട് അളന്നിട്ടുള്ള ആ അളവുണ്ടല്ലോ, അതാണ് വിഡ്ത്ത് വൈസ് കൂടുതൽ ഉണ്ടാവുക. മറ്റേത് കുറച്ച് കുറവായിരിക്കും. അപ്പൊ ആ കൂടുതലുള്ള ഭാഗം അങ്ങനെ ഓപ്പൺ ആക്കി വിട്ടിട്ട് ബാക്കി 3 ഭാഗം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യുക. കാരണം 1/2 ഇഞ്ചാണ് നമ്മൾ സീം അലവൻസ് കൊടുത്തത്. ആ 1/2 ഇഞ്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ കോർണേഴ്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ബാക്കി ചെറിയ ചെറിയ കട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനൊന്ന് മറിച്ചെടുക്കുക. നല്ല രീതിയിൽ ഒന്ന് മറിച്ചെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അയൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് അയൺ കൂടി ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിന്റെ സെന്ററിൽ ഒരു കട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ടോപ്പിന്റെ സെന്റർ, അതായത് ബാക്ക് ഭാഗത്തിന്റെ കറക്റ്റ് സെന്ററിലും ഒരു കട്ട് കൊടുക്കുക. ടോപ്പിന്റെ നല്ല വശത്തിന്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു കോളർ വെച്ച് കൊടുക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, സെന്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് സെന്ററിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. കറക്റ്റ് നമ്മൾ ആ 2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് തന്നെ കറക്റ്റ് വന്ന് നിൽക്കും. നമ്മൾ എടുത്തിട്ടുള്ള അളവ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് തന്നെ വന്ന് നിൽക്കും കേട്ടോ. ഇനി എനിക്ക് നിങ്ങളോട് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ക്യാൻവാസ് പേപ്പർ ഇല്ലാണ്ടാണ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ക്ലോത്ത് നല്ല കട്ടിയുള്ള ക്ലോത്ത് എടുക്കുക. അതായത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ക്ലോത്ത് അല്ലാതെ നല്ല സ്റ്റിഫ് ആയിട്ടുള്ള ക്ലോത്ത് എടുത്തിട്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമുക്ക് ആ കോളർ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇതുപോലെ കുഴഞ്ഞിരിക്കുന്ന തുണിയൊക്കെ വെച്ചിട്ട് നമ്മൾ ക്യാൻവാസ് പേപ്പർ ഇല്ലാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കോളറിന് ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. ഇനി അതല്ല, നിങ്ങൾ എടുക്കുന്ന ക്ലോത്ത് അത്ര കട്ടിയുള്ള ക്ലോത്ത് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോളർ ക്യാൻവാസ് പേപ്പർ വെച്ച് ചെയ്യുക.
അതെങ്ങനെയാ ചെയ്യാന്നുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കണ്ടിട്ട് അതേപോലെ ചെയ്യാം കേട്ടോ. എന്നാൽ മാത്രമേ ആ കോളറിന്റെ ഫിനിഷിങ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത് കേട്ടോ. ഇതേപോലെ നമ്മൾ രണ്ട് സൈഡിലേക്കും ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ മാർക്ക് ചെയ്ത ആ അളവ് പ്രകാരം തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു, ശ്രദ്ധിച്ചിട്ട് ഒരു 3-4 പ്രാവശ്യം അളന്ന് നോക്കിയിട്ടൊക്കെ ചെയ്യാം. കറക്റ്റ് അളവാണെന്നുണ്ടെങ്കിൽ മാത്രമേ കറക്റ്റ് ആയിട്ട് വരുള്ളൂ. ഇനിയാണ് നമ്മൾ ആദ്യമേ മാറ്റി വെച്ചിട്ടുള്ള, അതായത് നമ്മൾ ആദ്യമേ സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഒരു ക്ലോത്ത്. ആ ക്ലോത്തിന്റെ ഉപയോഗം ഇനിയാണ് നമുക്ക് വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ കറക്റ്റ് ഈ ക്ലോത്തിനെ മടക്കി കൊടുക്കുക. അതായത് ഉള്ളോട്ടേക്ക് മടക്കി എടുക്കുക. ഉള്ളോട്ട് മടക്കി എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ കോളർ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഭാഗത്തിന്റെ കറക്റ്റ് ആയിട്ട് വരും. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഒരു രീതിയിലേക്ക് വരും. കറക്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു നെക്കിന്റെ ഷേപ്പ് ഒക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തത് കൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കും. എന്നിട്ട് നമ്മൾ ഇതിന് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി കോളർ 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഭാഗം ഒരു 2 ഇഞ്ചോളം നമ്മൾ പ്ലെയിൻ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാതെ വിട്ടിട്ടുണ്ട്. അപ്പൊ അതും കൂടി ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലോത്ത് കൊണ്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾ 1/2 ഇഞ്ചിൽ, അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് വരിക. എന്നിട്ട് നേരത്തെ കോളർ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ലൈനിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റിച്ച് ഇങ്ങനെ പുറത്തേക്ക് കാണും, അതൊരു അഭംഗിയാണ്. അപ്പൊ കറക്റ്റ് ആ കോളറിന്റെ ലൈനിലൂടെ തന്നെ, കോളർ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ലൈനിന്റെ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് എൻ്റെ ഈ ഒരു ക്ലോത്ത് അവസാനിക്കാനാവുന്ന സമയത്ത് ഈ ക്ലോത്ത് ഒന്ന് 1/2 ഇഞ്ച് ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് ഇതേപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ. ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അതിന്റെ കോർണർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സൈഡിലൊക്കെ ഇതേപോലെ കട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് മറിച്ചെടുക്കുക. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ മറിച്ചെടുക്കുക. നിങ്ങൾക്ക് ഒന്നും കൂടി ഞാൻ ഓപ്പോസിറ്റ് പീസും കൂടി എങ്ങനെയാ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. സെയിം ഇതേപോലെ തന്നെയാണ്. ഒന്നും കൂടി നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ കോളർ വന്ന് നിൽക്കുന്നുണ്ട് 1/2 ഇഞ്ചിൽ. ആ 1/2 ഇഞ്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിലേ സ്റ്റിച്ച് ചെയ്ത് വരിക. സ്റ്റാർട്ടിങ്ങിലേ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് നമ്മൾ ആ കോളർ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ലൈനിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരിക. എന്നിട്ട് അവസാനം എത്തുന്ന സമയത്ത് 1/2 ഇഞ്ച് ഒന്ന് മടക്കി കൊടുത്തിട്ട് അവിടെ ലോക്ക് ചെയ്യുക. കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക, മറിച്ചെടുക്കുക. ഇതേപോലെ നമ്മൾ 2 ഭാഗവും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ഈ ഒരു പീസ് സ്റ്റിച്ച് ചെയ്ത സമയത്ത് പതിച്ചടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് ഇപ്പം വേണം പഠിച്ചടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ താഴെ മുതൽക്കേ നമ്മൾ ഇതേപോലെ ഉള്ളോട്ടേക്ക് വെച്ചിട്ട്, അതായത് നമ്മുടെ മെയിൻ ക്ലോത്തിന്റെ അടിഭാഗത്തേക്ക് ഈ ഒരു പീസ് വെച്ചിട്ട് താഴെ മുതൽക്ക് മുകൾ വശം വരെ നമ്മൾ ഇതേപോലെ പതിച്ചടിച്ചിട്ട് ഇങ്ങനെ വരിക. എന്നിട്ട് ആ ഷോൾഡർ ജോയിൻ ചെയ്ത ഭാഗം വരെ ഇതേപോലെ ഒന്ന് പതിച്ചടിക്കുക. അതിനുശേഷം നമ്മൾ കോളറും പതിച്ചടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ കോളറിന്റെ ബാക്കി 3 ഭാഗവും നമ്മൾ ഇതേപോലെ ഒന്ന് പതിച്ചടിക്കുക. സെയിം ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ തന്നെ ഒന്ന് പതിച്ചടിക്കുക. നമ്മൾ ചെയ്തിരിക്കുന്ന കോളറിന് നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ പതിച്ചടിക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ. അപ്പൊ അതേപോലെ നിങ്ങൾ ചെയ്തെടുക്കുക. ഇനി ചെയ്യാനുള്ള എന്താന്ന് വെച്ചാൽ, ഈ ഒരു പീസ് ഇതേപോലെ ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതിനെ നിങ്ങൾക്ക് 2 മടക്ക് മടക്കിയിട്ട് ഒന്ന് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ അതും കൂടി നിങ്ങൾ 2 സൈഡിലും ചെയ്തെടുക്കുക. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കോട്ട് കോളർ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നല്ല കട്ടിയുള്ള ക്ലോത്ത് എടുക്കുക. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്യാൻവാസ് പേപ്പർ വെച്ച് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മുടെ ഒരു കോളർ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് കിട്ടുള്ളൂ. ഇനി ഫ്രണ്ടിൽ ബട്ടൺസ് കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഹൂക്ക് കൊടുത്തിട്ട് ഫ്രണ്ടിൽ ഷോ ബട്ടൺ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. ഇനി അതല്ല ഷർട്ടിലൊക്കെ കൊടുക്കുന്ന പോലെ ബട്ടൺസ് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ അതെ, നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ താഴ്ഭാഗത്ത് നിങ്ങൾക്ക് എത്ര ഓപ്പണിംഗ് വേണമെന്ന് വെച്ചാൽ അതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓപ്പൺ പോലെ കൊടുക്കാവുന്നതാണ് കേട്ടോ. ബാക്കി സ്റ്റിച്ചിങ് ഒക്കെ നോർമൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ്. നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ വീഡിയോസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സെന്ററിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, കോളറിന്റെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ക്ലോത്ത്, അതായത് സീം അലവൻസ് പുറത്തേക്ക് കാണുന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അത് ഓവർലോക്ക് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റിച്ച് പുറത്തേക്ക് കാണാത്ത രീതിയിൽ, വിസിബിൾ ആവാത്ത രീതിയിൽ എങ്ങനെ കോട്ട് കോളർ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് അത് റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് അതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.